ഹലോ, എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചരി ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേ രീതിയിൽ പച്ചരി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതുവരെ തയ്യാറാക്കാത്തവർ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കേട്ടോ. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ പച്ചരി ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കി എടുക്കുക. ചൂടായ കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തയ്യാറാക്കും കേട്ടോ, അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടി വീണ കടുകിലോട്ട് നമ്മൾ വറ്റമുളക് ചേർത്ത് കൊടുക്കുക. വറ്റമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വറ്റമുളകൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ കുഞ്ഞുള്ളിയുടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 10 കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മുടെ ഈ കുഞ്ഞുള്ളിയൊക്കെ ഉണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറാവുന്നത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചിലയിടത്തൊക്കെ ഈ പച്ചരിപ്പുമാവ് തയ്യാറാക്കുമ്പോൾ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അതേ രീതി തയ്യാറാക്കിയാൽ. കുഞ്ഞുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ബൗൾ അളവിലായിട്ട് പച്ചരി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബൗളിന് 1.5 ബൗൾ വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എടുക്കുന്ന വെള്ളം പക്ക കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ബൗളിൽ അളവിലാണ് എടുക്കുന്നതെങ്കിൽ 1.5 ബൗൾ വെള്ളം എടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം എന്ത് ചെയ്യണം, ഇതിലൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലോട്ട് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ബൗളിന് 1.5 ബൗൾ വെള്ളം എന്ന രീതിയിൽ ഞാൻ ഈ കപ്പിലോട്ട് അളന്നിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇത് നല്ലതുപോലെ തിളച്ച് വേണം കേട്ടോ. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഒരു പൊടിക്ക് ഉപ്പ് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോഴാണ് നമ്മൾ ഉപ്പുമാവിന് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടുന്നത് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടോ. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യണം, ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പച്ചരി കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. ഞാൻ തലേ ദിവസം കുതിർത്തി വെച്ചിരുന്നതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഏകദേശം 2-3 മണിക്കൂറൊക്കെ പച്ചരി കുതിർത്ത് വെക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുക. അല്ലെങ്കിൽ ഒത്തിരി ടൈമൊക്കെ എടുക്കും. പച്ചരി എല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം, തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇതേപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണത്, മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യും, നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോഴൊന്നും ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. വറ്റിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കാൻ. നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു ബൗൾ അളവ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പച്ചരി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു പച്ചരിപ്പ് മാവ് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി കൂടെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.